കഴിഞ്ഞ ആഴ്ച ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. പ്രോട്ടീനാണ് എല്ലാത്തിലും, എന്നുവെച്ചാൽ ഹെൽത്ത് ഫോക്കസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർ കാലത്തിനൊപ്പം മാറി. നമുക്ക് തന്നെ ലോക്കലി എത്ര ടെക്സ്റ്റൈൽസ് അറിയാമായിരിക്കും മേ ബി കാലത്തിനൊപ്പം മാറാണ്ട്. 2015 കണ്ട ഒരു അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ തന്നെ ആയിരിക്കും ഇപ്പോഴും അവിടെ ഇരിക്കുന്നത്. ആത്ലീഷറൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും അവർക്ക് അറിയത്തില്ലായിരിക്കും. അപ്പോൾ ഡെക്കത്ലോൺ പോലുള്ള ബിഗ് ബ്രാൻഡ്സ് വിജയിക്കുന്നതിൻ്റെ ഒരു കാരണം അത് തന്നെയാണ്. അവർ കാലത്തിനൊപ്പം മാറുന്നു. ബിഗ് ബ്രാൻഡ്സ് ഗസ് ചെയ്യുന്നില്ല, അവർ ട്രാക്ക് ചെയ്യും. ഒരു കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളത് അവർ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്ത് അത് പ്രൊവൈഡ് ചെയ്യും. അതേസമയം നമ്മുടെ ലോക്കൽ ഷോപ്സ് ആണെങ്കിലോ നമ്മുടെ കസ്റ്റമേഴ്സ് മാറ്റം ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് അവരങ്ങ് വിചാരിക്കും. നമുക്കൊരു 3 കാര്യം ചെയ്താൽ നമുക്ക് ട്രെൻഡിനൊപ്പം മാറാം. ഗൂഗിൾ ട്രെൻഡ്സ് എടുത്തു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് എന്താണ് സെർച്ച് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. അതിനനുസരിച്ചുള്ള പ്രോഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മളൊന്ന് ഉറപ്പ് വരുത്തുക. 2 പറയുന്നത് കസ്റ്റമേഴ്സ് എന്ത് ചോദിക്കുന്നു എന്ന് കേൾക്കുക. നമുക്ക് നോ പറയാം, ഇല്ലെങ്കിൽ നോ പറയാം, ഫൈൻ. പക്ഷേ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, കസ്റ്റമേഴ്സ് എന്താണ് ചോദിക്കുന്നത് എന്നുള്ളത്. മെഡിക്കൽ സ്റ്റോറുകളിലേക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അവരിങ്ങനെ എഴുതി വെക്കുന്നത്. അത് തീർച്ചയായും അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ ആ മരുന്ന് നമുക്ക് എടുത്ത് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 10 പേര് ചോദിക്കുവാണെങ്കിൽ അതൊരു റാൻഡം ക്വസ്റ്റ്യൻ അല്ല, അതൊരു ട്രെൻഡാണ്. അപ്പോൾ ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ സർവീസ് കൂടെ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക. 3 പറയുന്നത് നിങ്ങളുടെ കാറ്റഗറിയിലുള്ള വലിയ ബ്രാൻഡ്സ്, നാഷണൽ ലെവലിലേക്കുള്ള ബ്രാൻഡ്സ് എന്ത് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്ത് സർവീസാണ് കൊണ്ടുവരുന്നതെന്ന് ഒന്ന് വാച്ച് ചെയ്യുക. അവരൊക്കെ കോടികൾ മുടക്കി റിസർച്ച് ചെയ്താണ് പലപ്പോഴും ഈ ട്രെൻഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നമ്മൾ വെറുതെ ഒന്ന് നല്ലോണം കണ്ണു തുറന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നതേ ഉള്ളൂ. ബിഗ് ബ്രാൻഡ്സ് എവറി ക്വാർട്ടർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പലരും 5 വർഷം കൂടുമ്പോൾ പോലും മാറാൻ തയ്യാറല്ല. ആ ഒരു മാറ്റം കൊണ്ടുവരുന്നത് കൊണ്ടാണ് ബിഗ് ബ്രാൻഡ്സ് സർവൈവ് ചെയ്യുന്നതും പല ചെറിയ ഷോപ്സും പൂട്ടിപ്പോകുന്നതും. അപ്പോൾ നിങ്ങളുടെ ഷോപ്പും ട്രെൻഡിനനുസരിച്ച് റീബ്രാൻഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പ്ലീസ് റീച്ച് ഔട്ട് ടു അസ്.